നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ ഒരു പത്രിക തള്ളി. നഗരസഭയിലെ 35-ാം വാർഡിൽ LDF ഡമ്മി സ്ഥാനാർത്ഥി സുകുമാരൻ്റെ പത്രികയാണ് തള്ളിയത്. ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതിരുന്നതിനെ തുടർന്നാണ് വരണാധികാരി പത്രിക തള്ളിയത്. ഈ വാർഡിൽ LDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ലിജിത അബിൽനാഥ് ആണ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 279 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 21 തിങ്കളാഴ്ചയാണ്. പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ UDFലെ കേരള കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ അജിത സദാനന്ദൻ്റെ പത്രികയാണ് തള്ളിയത്. അജിത സദാനന്ദൻ 14, 15 വാർഡുകളിൽ പത്രിക സമർപ്പിച്ചതാണ് പത്രിക തള്ളാൻ ഇടയാക്കിയത്. പൂമംഗലം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ LDF ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. ആതിര സതീഷിൻ്റെ പത്രികയാണ് തള്ളിയത്. കാലാവധി കഴിഞ്ഞ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതാണ് പത്രിക തള്ളാൻ ഇടയാക്കിയത്. ഈ വാർഡിൽ രാഗി ഗിരീഷാണ് LDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ UDFൽ വിമതശല്യം. UDFലെ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുകളിലാണ് കോൺഗ്രസ് പ്രവർത്തകർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. 18-ാം വാർഡായ ചന്തക്കുന്നിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോസഫ് ചാക്കോ സ്വതന്ത്രനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. UDFലെ കേരള കോൺഗ്രസിൻ്റെ ലാസർ കോച്ചേരിയാണ് ഈ വാർഡിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി. 15-ാം വാർഡായ ഹോസ്പിറ്റൽ വാർഡിൽ നിലവിലെ UDF കൗൺസിലർ ബിജു പോൾ അക്കരക്കാരൻ്റെ ഭാര്യ സുജ ബിജു അക്കരക്കാരനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. UDFലെ കേരള കോൺഗ്രസിൻ്റെ മാഗി വിൻസെൻ്റ് ആണ് ഈ വാർഡിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസിന് ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ UDF അനുവദിച്ചതാണ് 2 സീറ്റുകളെന്നും നാമനിർദ്ദേശ പത്രികകൾ നൽകിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരെ നേതൃത്വം ഇടപെട്ട് പിൻവലിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ടായ പിഴവാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസന വിപുലീകരണത്തിൽ നാളിതുവരെ ഉണ്ടാക്കാത്ത മുന്നേറ്റമാണ് LDF സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. LDF മുനിസിപ്പൽ തല തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ SN ക്ലബ്ബിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് PJ ജോബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI സംസ്ഥാന നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PA ഡേവിസ് മാസ്റ്റർ, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്ട്, അഡ്വക്കേറ്റ് KR വിജയ, RL ശ്രീലാൽ, LDF മേഖലാ കൺവീനർ MB രാജു മാസ്റ്റർ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK വർഗീസ് മാസ്റ്റർ, ഘടകകക്ഷി പ്രതിനിധികളായ രാജു ജോൺ പാലത്തിങ്കൽ, AT വർഗീസ്, ഗിരീഷ് മണപ്പെട്ടി, റഷീദ് കാട്ടൂർ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് മാതൃകാപരമായ ജനപക്ഷ വികസന പരിപാടികളും ക്ഷേമ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളുടെ ജനകീയ സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുന്നത്. നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് നാളിതുവരെയില്ലാത്ത വികസന കുതിച്ചുചാട്ടം നമുക്ക് ഇക്കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഏറ്റവും ദയനീയരായ മനുഷ്യർക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് എല്ലാ വിഭാഗം മനുഷ്യരുടെയും ജീവിത നിലവാരം ഗണ്യമായ നിലയിൽ ഉയർത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന ഇടതുപക്ഷ പരിപ്രേക്ഷ്യം നമ്മൾ വികസിപ്പിച്ചെടുത്തത്
ഐക്യകേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന EMSന്റെ സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടം മുതലാണ് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും അടിസ്ഥാന ജീവിത സൗകര്യം. അത്തരമൊരു വികസന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ അതിദ്രുതം മുന്നോട്ട് പോകാൻ കഴിയുന്ന സംസ്ഥാനമായി കേരളം ഇന്ന് അഭിമാനകരമായ നേട്ടങ്ങളുടെ ഉടമയാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ നാം എല്ലാവരും കണ്ടത്. NDA മുനിസിപ്പൽ തല തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇരിഞ്ഞാലക്കുട ശ്രീനാരായണ ഹാളിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജില്ലയുടെ ചുമതല വഹിക്കുന്ന അഡ്വക്കേറ്റ് വിനോദ്, BDJS മണ്ഡലം പ്രസിഡന്റ് AR ജയചന്ദ്രൻ, BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KP ഉണ്ണികൃഷ്ണൻ, കൃപേഷ് ചെമ്മണ്ട, സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാക്കുളം, മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, ജനറൽ സെക്രട്ടറി ബിസിര രമേശ് എന്നിവരും പ്രസംഗിച്ചു. സൂരജ് കുടങ്ങാടൻ സ്വാഗതവും ലിഷോൺ ജോസ് കാട്ട്ല നന്ദിയും പറഞ്ഞു. കേരളം എങ്ങോട്ട് പോകണം എന്ന ഏറ്റവും സുചിന്തിതമായ ഒരു തീരുമാനത്തിലേക്ക് വോട്ടർമാർ എത്തിച്ചേരേണ്ട ദിവസമാണ് ഡിസംബർ 9 ഡിസംബർ 11. അതുകൊണ്ടാണ് ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിന് സാധാരണ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളെക്കാൾ ഏറെ രാഷ്ട്രീയ പ്രാധാന്യവും പ്രത്യേകതയും ഉണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം. കേരളത്തിൻ്റെ രാഷ്ട്രീയം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറുന്ന രാഷ്ട്രീയത്തിന് നാളെ എങ്ങോട്ടായിരിക്കണം പോകേണ്ടത് എന്നുള്ള ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരമായി ഈ തിരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്തുണ്ടാകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഏറ്റവും ഭാവാത്മകമായിട്ടുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ഈ തിരഞ്ഞെടുപ്പിന് നേരിടുന്നത്. രാഷ്ട്രീയം മാത്രമല്ല നാം ജനങ്ങളോട് പറയുന്നത്. തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമുണ്ട്, ഓരോ തിരഞ്ഞെടുപ്പിനും രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ ഓരോ പ്രദേശത്തിൻ്റെയും ഭാവിയെ സംബന്ധിക്കുന്ന, പൊതുവെ കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി തിരഞ്ഞെടുപ്പ് മാറേണ്ടതായി. ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ 31-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി റോണി പോൾ മാവേലിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ EJ വിൻസെന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൾ ഹക്ക് മുഖ്യാതിഥിയായിരുന്നു. മുനിസിപ്പൽ കൗൺസിലർ ജെയ്സൺ പാറേക്കാടൻ സ്വാഗതവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സതീഷ് പുളിയത്ത് നന്ദിയും പറഞ്ഞു. പൊതു രംഗത്ത് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയാണ് ആളുകളോട് ആശയവിനിമയം ചെയ്യാൻ സാധിക്കുക? നമുക്ക് ആ ആശയവിനിമയത്തിൽ കൂടെയാണ് നമുക്ക് ആളുകളുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ആ ജനറേഷനെ പ്രസന്റ് അവരുടെ മുമ്പിൽ നമ്മൾ ചെന്ന് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ കൂടി നമ്മൾ വിശ്വാസത്തിലെടുത്ത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ കണ്ടൊരു കാര്യം, ഈ കുട്ടികളിൽ 70% ആൾക്കാർ പുറത്ത് പഠിക്കാൻ പോയിരിക്കും. പക്ഷേ അവർ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം ഇപ്പോൾ കാര്യമായിട്ട് വരുന്നില്ല. ഈ പുതിയ ജനറേഷൻ്റെ കുട്ടികൾ അധികവും പുറത്ത് വിദേശത്തും അല്ലെങ്കിൽ നമ്മൾ അന്യസംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോയി നാട്ടിലില്ലാത്തൊരു സാഹചര്യം നമ്മുടെ മുൻപിലിപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുടെ മധ്യത്തിൽ കൂടെ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടാനായിട്ട് പോവാണ്. നമുക്കറിയാം, ഒരു പട്ടണത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാന്ന് പറയുമ്പോൾ ഒരു ഭരണത്തിൻ്റെ തുടർച്ചയാണ്. അതായത് പുതിയ ഭരണമല്ലല്ലോ, ഒരു ഭരണത്തിന് തുടർച്ചയായിട്ട് ഭരണത്തിനെ സമീപിക്കാൻ പോകുമ്പോൾ കഴിഞ്ഞ ഭരണത്തിനുണ്ടായിട്ടുള്ള എന്തെങ്കിലും കുറവുകളുണ്ടോ ആളുകൾ ആദ്യം ചർച്ച ചെയ്യണം. നിങ്ങളുടെ വികസന മുന്നണി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. വികസന മുന്നണി എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ഭരണ കാലഘട്ടത്തിൽ നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെ കുറവാണ്.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ സോൺ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജേതാക്കളായി. വ്യക്തിഗത ഇനങ്ങളിൽ ക്രൈസ്റ്റ് കോളേജിലെ ജയ്ക്കും വനിതാ വിഭാഗത്തിൽ അഭിനയും വിജയികളായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.